ഈ വോട്ടർ പട്ടിക ബീഹാർ ഇതിപ്പോൾ തൃശ്ശൂർ വരെ എത്തിയിരിക്കുകയാണ്. തൃശ്ശൂർ എത്തിയ സുരേഷ് ഗോപി പ്രതികരിച്ചിട്ടില്ല. ജോർജ് കുര്യൻ ഈ വിഷയത്തിലൊന്നും പ്രതികരണം നടത്തുന്നില്ല. വോട്ടർ പട്ടികയിൽ ഇങ്ങനെ ക്രമക്കേട് നടന്നെങ്കിൽ അന്ന് നേതാക്കൾ എവിടെയെന്നുള്ളതാണ് കെ സുരേന്ദ്രൻ ചോദിക്കുന്നത്. അല്ല, അതിനേക്കാളും പ്രസക്തമായ ചോദ്യം ഇപ്പോൾ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള വോട്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഒരു മോഷണം നടന്നു, ആ മോഷണം നടന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഉന്നയിച്ചില്ല, എന്തുകൊണ്ട് വൈകി ഉന്നയിക്കുന്നു എന്ന് ചോദിക്കുന്നവരുള്ള അസംബന്ധമാണ് നിർഭാഗ്യവശാൽ എൻ്റെ സുഹൃത്ത് ശ്രീ കെ സുരേന്ദ്രൻ്റെ ഈ ചോദ്യം. ഉത്തരേന്ത്യയിൽ നേരത്തെ വെളിപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് വോട്ട് കെട്ടാനിടയില്ല ഈ ബൂത്തിൽ എന്ന് കണ്ടാൽ അങ്ങനെയുള്ള ചില ബൂത്തുകളിൽ ചില പ്രത്യേക പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ ഗുണ്ടാ വിളയാട്ടങ്ങൾ നടന്നിട്ടുള്ള അനുഭവങ്ങൾ ഉത്തരേന്ത്യയിലെ പല തെരഞ്ഞെടുപ്പുകളിലും കണ്ടിട്ടുണ്ട്. നിയമം പാലിക്കേണ്ട പോലീസാകട്ടെ അക്രമത്തിലൂടെ വോട്ട് ചെയ്യാനുള്ള അവകാശം യഥാർത്ഥ വോട്ടർമാർക്ക് നിഷേധിക്കുന്ന സംഘപരിവാറിൻ്റെ കാളികൂളി സംഘത്തിന് സംരക്ഷണം കൊടുക്കുന്ന പണിയാണ് പോലീസ് ഉത്തരേന്ത്യയിൽ പല സ്ഥലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ RSSൻ്റെ നിയന്ത്രണത്തിലുള്ള BJPയും അവരുടെ കൂട്ടാളികളും തെരഞ്ഞെടുപ്പുകളെ അർത്ഥശൂന്യമാക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ മുമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാസങ്ങളെടുത്ത് നടത്തിയ സൂക്ഷ്മമായ പഠനത്തിൻ്റെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഞെട്ടിച്ചതാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ അച്ചടി മാധ്യമങ്ങളും ഇതിനെക്കുറിച്ച് മുഖപ്രസംഗങ്ങൾ എഴുതി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കേണ്ട ഇന്ന കാര്യങ്ങളുണ്ട് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതാണ്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് BJPക്കും BJP അനുകൂലിക്കുന്ന മാധ്യമങ്ങൾക്കും ഇഷ്ടമായില്ലെങ്കിൽ പോലും ഇന്ത്യയിലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനാണ്, ഇന്ത്യൻ ഭരണഘടനാപരമായിട്ടൊരു ഉത്തരവാദിത്വമാണ് പ്രതിപക്ഷ നേതാവിൻ്റെത്. അദ്ദേഹം ഉന്നയിക്കുന്ന വിമർശനങ്ങൾ, ചോദ്യങ്ങൾ, അതിന് മറുപടി പറയാതെ നിങ്ങൾ അഫിഡവിറ്റ് പ്രമാണപത്രം എഴുതി ഒപ്പിട്ട് നൽകൂ തുടങ്ങിയ ആവശ്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പല സ്റ്റേറ്റുകളിലും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിലായിരുന്നു. അപ്പോൾ അവിടെ ഡെക്കാൻ ക്രോണിക്കിൾ പോലുള്ളൊരു പത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സമീപനത്തെ വിമർശിച്ചുകൊണ്ട് മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ്. ഇന്ത്യൻ എക്സ്പ്രസും ദ ഹിന്ദുവും നേരത്തെ മുഖപ്രസംഗം എഴുതി. മറ്റു പത്രങ്ങളും ഏതാനും ദൃശ്യമാധ്യമങ്ങളും ഇത് വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അപ്പം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നിഷ്പക്ഷവും നീതിപൂർവവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ്. അതിന് മേൽനോട്ടം വഹിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. അവർ അവരുടെ നേരെ ഉന്നയിക്കപ്പെട്ടുള്ള ആരോപണങ്ങൾ ശരിയല്ല എന്ന് തെളിയിക്കാതെ അവർക്ക് വിശ്വാസ്യതയില്ല. ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത സ്ഥാപിക്കാൻ വേണ്ടി ഇന്ത്യയിലെ സുപ്രീം കോടതി ഒരു നിർദ്ദേശം വെച്ചു. അത് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും അടങ്ങുന്ന ഒരു സമിതി വേണം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ. ആ സുപ്രീം കോടതി നിർദ്ദേശം ഇവർ വലിച്ചുകീറിക്കളഞ്ഞു, നരേന്ദ്രമോദി അമിത്ഷായും കൂടെ ചേർന്നിട്ട്. എന്തിനാണ് സുപ്രീം കോടതി നിർദ്ദേശം ഇവർ വലിച്ചുകീറിക്കളഞ്ഞത് എന്ന് ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷനും ചീഫ് ഇലക്ഷൻ കമ്മീഷൻ്റെ സഹപ്രവർത്തകരും എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷമായി പ്രവർത്തിക്കാൻ അതോറിറ്റിയുള്ള ഉദ്യോഗസ്ഥന്മാരായിട്ട് പ്രവർത്തിക്കേണ്ടവരാണ്. അവരെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴുദ്യോഗസ്ഥന്മാരായിട്ട് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവമാനകരമായ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടണം എന്ന് ഉണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. ഉത്തരേന്ത്യയിൽ തുടങ്ങി ഇപ്പോൾ കേരളത്തിൽ നിന്ന് BJP ജയിച്ച ഒരു മണ്ഡലമായ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നടന്ന തിരിമറികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനെക്കുറിച്ച് വിശദീകരിക്കണം. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിയമകാര്യമന്ത്രിയും ഇതിനെക്കുറിച്ച് വിശദീകരിക്കണം. കഴിഞ്ഞ ദിവസം ഈ മാസം 7-ാം തീയതി ചേർന്ന ഇന്ത്യ ബ്ലോക്ക് പാർട്ടികളുടെ യോഗത്തിൽ ഇത് വളരെ ശക്തമായി ഒരു ജനകീയ സമരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ബീഹാറിൽ പ്രതിപക്ഷ നേതാവും മറ്റ് ഇന്ത്യ ബ്ലോക്കിലെ പാർട്ടി നേതാക്കന്മാരും പങ്കെടുക്കുന്ന വലിയ പ്രചാരണ ക്യാമ്പയിൻ നടക്കാൻ പോവുകയാണ്. ഞങ്ങൾ ചിലർക്ക് ഇതിൻ്റെ എല്ലാ ഘട്ടത്തിലും എത്താൻ കഴിയുന്നില്ല. പക്ഷേ ഞങ്ങളെല്ലാം സെപ്റ്റംബർ 1-ാം തീയതി ബീഹാറിലെത്താൻ പോവുകയാണ്, ഇന്ത്യ ബ്ലോക്കിൻ്റെ എല്ലാ നേതാക്കന്മാരും. ഇന്നലെ ഒരു ചടങ്ങിൽ വെച്ച് ഞാൻ ശ്രീ MK സ്റ്റാലിനെ കണ്ടിരുന്നു, തമിഴ്നാട് മുഖ്യമന്ത്രി, DMKയുടെ നേതാവ്. ഇവിടെ നടന്ന ഇന്ത്യ ബ്ലോക്കിൻ്റെ യോഗത്തിൽ അദ്ദേഹത്തിന് ചില അസൗകര്യങ്ങൾ കാരണം പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, മറ്റുള്ളവരാണ് പങ്കെടുത്തത്. ഇന്നലെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. ഈ സെപ്റ്റംബർ 1-ാം തീയതി അദ്ദേഹത്തിന്
മറ്റ് പരിപാടികൾ ഒഴിവാക്കി ബീഹാറിലെത്താൻ കഴിയുമെങ്കിൽ അത് വളരെ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രിയും പിന്നെ നാഷണൽ കോൺഫറൻസിൻ്റെ ചെയർമാനുമായിട്ടുള്ള ശ്രീ ഫറൂഖ് അബ്ദുള്ള ഉൾപ്പെടെയുള്ളവർ തലമുതിർന്ന നേതാവാണ്. എല്ലാവരും ബീഹാറിലേക്ക് പോകാൻ പോവാണ് ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും ഈ വോട്ട് തിരിമറി, തെരഞ്ഞെടുപ്പ് നടപടിക്രമത്തിൻ്റെ തിരിമറി അത് തുറന്നു കാണിച്ചുകൊണ്ടുള്ള സമരം ഒറ്റയ്ക്കും കൂട്ടായും ദേശീയ ഇന്ത്യ ബ്ലോക്ക് പാർട്ടികളുടെ ആഭിമുഖ്യത്തിൽ നടക്കാൻ പോവുകയാണ്.